മഹീന്ദ്രയുടെ B6-ഉം 9-ഉം വന്നപ്പോൾ ഒന്ന് സൈഡായി പോയതാണ് ടാറ്റ. അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച ഒരു വിജയം കർവിന് നേടാൻ പറ്റില്ല എന്ന് പറയും. അതിനുശേഷം ഹാരി റിവ്യൂ വന്നെങ്കിൽ കൂടി ഈ B6-നും 9-നും ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്നത് അത് ടാറ്റ സീറോക്കായിരിക്കും. അങ്ങനെ പതിയെ പതിയെ ടാറ്റ സീറോ ആ ഒരു കളത്തിലേക്ക് എത്തുമ്പോൾ വിജയമായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡിസൈൻ ബൈ സേറ എന്ന പേരിനോട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ന്യൂ വെഹിക്കിൾ എന്ന് തന്നെ പറയാം. ആൻഡ് ഇറ്റ്സ് ലുക്സ് വെരി അട്രാക്റ്റീവ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നാലും സൈഡിൽ നിന്നാലും റിയറിനാലും ഇറ്റ്സ് എ ബ്യൂട്ടി എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പോഴായി പിന്നെ ടാറ്റയുടെ ടിയാഗോ മുതൽ ടാറ്റയുടെ സഫാരി വരെ ഫ്രണ്ട് ഫേഷ്യ മോസ്റ്റ്ലി ഒരു സിമിലർ ഡിസൈനാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ആ ഒരു കാര്യം ടാറ്റ സീറയിൽ മാറിയിട്ടുണ്ട്. ടോട്ടലി ഡിഫറെൻറ്റ് ന്യൂ ഫ്രണ്ട് ഫേഷ്യ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയാം. നൗ ഓൺ ടു ദി ഇന്റീരിയർ. ഇറ്റ് ലുക്സ് എലഗന്റ് എന്ന് ഒറ്റ വാക്കിൽ പറയാവുന്നതാണ്. ടാറ്റയുടെ മറ്റു മോഡലിൽ കാണുന്ന പല എലിമെന്റ്സും അതേപടി ഉണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ 3 സ്ക്രീൻ സെറ്റപ്പാണ്. അതിനോട് അത്ര വലിയ ഫാൻ അല്ലാത്തതുകൊണ്ട് അതിൽ വലിയൊരു എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ കൂടി അത് നല്ലത് തന്നെ പറയാം. പിന്നെ ഡാഷ്ബോർഡിന്റെ ഡിസൈനിന്റെ ഭാഗമായിട്ട് ആ ഒരു സൗണ്ട് ബാർ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത രീതിയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കൂടുതൽ പറയാനായിട്ട് ഇനി വണ്ടി വരട്ടെ അല്ലേ. അപ്പോൾ ഇറ്റ്സ് മിസ് മില്യൺ ഡ്രൈവ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസിറ്റ് രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.